ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, വൺ ഓഫ് ദ മിസ്റ്റർ ജാസി ആൻഡ് ആഷിഖ് അവരുടെ മാറ്ററാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഷോയുടെ ഭാഗമായി പോയപ്പോൾ എനിക്കൊരു യൂട്യൂബേഴ്സ് ഒന്ന് ജാസി എന്ന് പറയുന്ന ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചിട്ട് ജാസി എന്ന സ്ത്രീയെ അറിയാവോ എന്ന് ചോദിച്ചു. അതിനെ സംബന്ധിച്ച് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതാണിത്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗർഭപാത്രമുള്ള സ്ത്രീകളൊക്കെ പോയി കടത്തിച്ചാടി വയ്ക്കണോ? ഇനി ഗർഭപാത്രം എന്ന് പറഞ്ഞ സംഭവം എന്താണ്, അതിനെ കുറിച്ച് എന്താണ്, അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനെ സംബന്ധിച്ച് ഈ വീഡിയോ കയറി അങ്ങ് വൈറലായി. അതിന്റെ സംബന്ധപരമായിട്ട് ഈ ജാസി എന്ന് പറയുന്നവനും ആഷിഖ് എന്ന് പറയുന്നവനും കൂടി വന്ന് എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. ഒരു ന്യൂ A9 എന്ന് പറഞ്ഞ ഒരു എനിക്ക് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ വീഡിയോ ഒക്കെ. ഒരു വീഡിയോ ചെയ്ത് എന്നെ അപമാനിക്കാൻ നോക്കി. എനിക്ക് അഡ്രസ്സ് ഇല്ലെന്നും ഞാൻ എവിടുന്നോ വന്ന ഒരു സ്ത്രീ വൈറലാകാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് എന്നെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് എൻ്റെ ഫോട്ടോയൊക്കെ പിൻ ചെയ്ത് എന്നെ അപമാനിച്ചു. ഞാൻ അതിനെതിരെ വനിതാ സെല്ല് മുതൽ എല്ലാവർക്കും DGPക്ക് ഇവർക്കൊക്കെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു ഗൈസ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എൻ്റെ സ്ഥലത്തുള്ള സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഈ ജാസിനെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസി പറഞ്ഞു ഓപ്പറേഷനായിട്ട് കിടക്കുവാണെന്നാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാസി ഇവനോടും ആഷിഖ് എന്ന് പറയുന്ന പുരുഷനോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യാഥാർത്ഥ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ജാസി എന്ന പുരുഷൻ സ്ത്രീയായി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ തെറ്റുകളൊന്നുമില്ല. പിന്നെ ജാസിയുടെ പ്രസവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജാസി എന്ന പുരുഷൻ പ്രസവിക്കാമെങ്കിൽ സമൂഹത്തുള്ള എല്ലാ പുരുഷന്മാരും പ്രസവിക്കുമല്ലോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും റോങ് അല്ല. ഞാൻ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ഇവർ ഏത് തരത്തിലാണ് എന്നെ അപമാനിച്ചത്, ഇത്തരത്തിൽ എന്നെ മോശമായി ചിത്രീകരിച്ചതെന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ ഞാൻ അഡ്രസ് ഇല്ലാത്ത സ്ത്രീ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ആക്ഷേപിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ജാസി ആഷിഖ്. ഞാനിവിടെ അഡ്രസ്സുള്ള സ്ത്രീ തന്നെയാണ്. നിങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ മീഡിയയിലും ഈ സമൂഹത്തിലും സിനിമാപരമായ മേഖലയിലും നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ അഭിനയിച്ച ഒരു ടെലിഫിലിമുണ്ട്, വെയിൽപ്പൂക്കൾ, കൂടാണ്ട് എയർമെയിൽ എന്നൊക്കെ. അതൊക്കെ ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ അഭിനയിച്ചിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അതൊക്കെ ഈ സൂര്യ TV വഴി ഓൾറെഡി സംപ്രേഷണം ചെയ്തിട്ടുള്ളതുമാണ്. അതിലൊരു പ്രൊജക്റ്റിൽ മരിച്ചുപോയ കലാനവാസ് ചേട്ടനായിരുന്നു എൻ്റെ നായകനായിട്ട് അഭിനയിച്ചത്. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ അഭിനയിച്ചിട്ടുള്ള ടെലിഫിലിമാണ്. അതൊക്കെ സൂര്യ TVയിൽ ഓൾറെഡി സംപ്രേഷണം ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. പിന്നെ ഞാൻ ഇടവെച്ചൊന്ന് ഗ്യാപ്പ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 3 വർഷം കൊണ്ട് ഞാൻ വീണ്ടും നാട്ടിൽ വന്ന് ഈ സിനിമാപരമായ മേഖലയിൽ കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാനൊരു ചെറിയൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളുമാണ്. പിന്നെ എനിക്ക് അഡ്രസ് ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളെ വെച്ച് ഞാൻ വൈറലാവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഏത് രീതിയിലാണ് ഞാൻ നിങ്ങളെ വെച്ച് വൈറലായത്? ഞാൻ 2022 വിജയബാബു സാറിൻ്റെ ഒരു കേസ് വന്നതിനെ സംബന്ധിച്ച് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അത് ഞാൻ വേൾഡ് വൈഡ് വൈറലായ ഒരാളാണ്. പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് എടുത്ത് ഞാൻ തുറന്ന് മുഖം തെളിയിച്ച് വന്ന് ഞാൻ പറഞ്ഞ് അതുകൂടെയും ഞാൻ വൈറലായ ഒരു വ്യക്തിയാണ്. കൂടാണ്ട് ഇപ്പം പല കാര്യങ്ങളും സമൂഹത്തിൽ നോക്കി സംസാരിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് ഞാൻ. സോഷ്യൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ പരമായ പല മേഖലയിലും പല ട്രസ്റ്റ് വഴി ഞാൻ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെയാണോ നിങ്ങൾ അഡ്രസ്സ് ഇല്ലാത്ത സ്ത്രീയാക്കി മാറ്റാൻ ശ്രമിച്ചത്? പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള അഡ്രസ്സ് എനിക്കില്ല. നിങ്ങൾ പോകുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ പോകാറുമില്ല, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ മാതിരി പുരുഷനായി നിന്ന നിങ്ങൾ സ്ത്രീ എന്ന ജെൻഡറിനെ കടമെടുത്ത് വേഷം കെട്ടി കാണിച്ച് നടക്കുന്ന രീതിയിലുള്ള അഡ്രസ്സൊന്നും എനിക്കില്ല. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, എനിക്ക് അത്തരത്തിലൊരു അഡ്രസ്സ് ഇല്ല. ഞാൻ സമൂഹത്തിൽ നല്ലതും ചീത്തയും കണ്ട് സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിനെ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ യാതൊരു റോങ്ങുമില്ല. നിങ്ങൾ വന്ന് എന്നെ അപമാനിക്കാൻ. അതുകൊണ്ട് ജാസി ആഷിഖ്, നിങ്ങൾക്കുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ നീ ഒരു പിങ്ക് മീഡിയ എന്ന് പറഞ്ഞൊരു മീഡിയയിൽ നീ പറഞ്ഞു നിന്റെ വളകാപ്പിന് എല്ലാവരെയും വിളിക്കുമെന്ന്. നിന്റെ വളകാപ്പിന് വിളിക്കും. നീ എന്നെ മറ്റേ വീട്ടിൽ ആന്റി, ചേച്ചി, അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. അത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണല്ലോ നിനക്ക് ആന്റി, അമ്മച്ചി, ചേച്ചി എന്നൊക്കെ എന്നെ വിളിക്കാൻ പറ്റിയത്. പുരുഷനായ നീ പുരുഷനല്ല എന്ന് പറഞ്ഞ് മറ്റൊരു ജെൻഡറിനെ കടമെടുത്ത് ജീവിക്കുന്ന നീ
നിന്നെ ഞങ്ങൾ എന്താണ് വിളിക്കേണ്ടത്? സ്ത്രീ എന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ ഇക്ക എന്നോ അണ്ണ എന്നോ അമ്മാവ എന്നോ ഒന്നും നിന്നെ വിളിക്കാൻ പറ്റത്തില്ല. നീ ഏത് ജെൻഡറാന്ന് പോലും നീ തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ സ്റ്റേറ്റ്മെന്റ് വൈറലായതിനെ തുടർന്ന് നിന്നിൽ ആൾമാറാട്ടമുണ്ടെന്ന് സമൂഹം തിരിച്ചറിഞ്ഞപ്പോൾ നീ പോയിട്ടൊരു ബ്രസ്റ്റ് ഇംപ്ലാഷൻ സർജറി റെന്യൂ മെഡിസിറ്റിയിൽ നീ ചെയ്തു. അതുവരെ നീ തെറ്റിദ്ധാരണ നടത്തി നീ ഒരു പൂർണ്ണ സ്ത്രീയായി പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അവിടെ നീ ഒരു യഥാർത്ഥ സ്ത്രീയാണെന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി നീ വന്നു. അതിൽ ഞാൻ ചോദിക്കാണ്, നീ അമ്മ വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ കാണിച്ചത്. നീ ഒരു യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ് ഇറക്കി നീ വന്നു. അതും നീ കള്ളത്തരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിൽ നീ പല കള്ളത്തരങ്ങളും കാണിച്ച് മറ്റൊരാളായിട്ട് പരിവേഷം കിട്ടി പുരുഷനായ നീ സ്ത്രീ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ജെൻഡറിനെ കടമെടുത്ത് കാണിച്ച് നീ സമൂഹത്തിൽ നിൽക്കാനല്ലേ ജാസി നോക്കിയിട്ടുള്ളത്? നിനക്ക് സ്ഥിരമായിട്ടൊരു അഡ്രസ്സോ വല്ലതും ഉണ്ടോ? നീ ഏത് ജെൻഡറാണ്? നീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പോലും പെട്ടിട്ടില്ല. അവർ പോലും നിനക്കെതിരെ കംപ്ലൈന്റും പരാതിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിനെ പോലും നീ അപമാനിക്കുന്ന രീതിയിലാണ് നീ പെരുമാറുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത്. സെക്കൻഡ്, നീ ഇപ്പം ബ്രസ്റ്റ് ഇംപ്ലാഷൻ നടത്തിയതുകൊണ്ട് സർജറി നടത്തിയത് കൊണ്ട് നീ ഒരു പൂർണ്ണ സ്ത്രീ ആയിട്ടില്ല. നീ ഇത്ര ഭാഗം പ്ലാസ്റ്റിക് വെച്ചിട്ടതുകൊണ്ടും നീ സ്ത്രീ ആവില്ല. ഇപ്പം നീ താഴെ നിന്റെ പുരുഷലിംഗവും മേളിൽ ഒരു പ്ലാസ്റ്റിക്കും കുത്തി വെച്ചതുകൊണ്ട് നീ എങ്ങനെയാണ് ജാസി സ്ത്രീ ആവുന്നത്? നീ പറ, എങ്ങനെയാണ് നീ സ്ത്രീ ആവുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പം നീ അങ്ങനെ ഒരു ബ്രസ്റ്റ് സർജറി ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ നീ ഏതാണെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഷീമെയിലാണ് നീ. ആണും പെണ്ണും കെട്ട് ജീവിക്കുന്ന ഒരാളാണ് നീ. ഷീമെയിൽ, അതായത് ആണിന്റെ അവയവും സ്ത്രീയുടെ അവയവവും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വെച്ച് നടക്കുന്ന ഒരു ഷീമെയിലാണ് നീ. അല്ലാതെ നീ എവിടെയാണ് ഒരു ട്രാൻസ്ജെൻഡർ ആവുന്നത്? നീ ഏത് രീതിയിലാണ് ഒരു യഥാർത്ഥ സ്ത്രീയെ വീഡിയോ ഇട്ട് ആക്ഷേപിക്കാമെന്ന് നീ ചോദിച്ചപ്പോൾ നീ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, നിന്റെ പ്ലാറ്റ്ഫോമിൽ എന്നെ കുറിച്ച് നീ ഒന്നും പറഞ്ഞിട്ടില്ല. നീ പോയി പറഞ്ഞ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, നീ എൻ്റെ ഫോട്ടോ പിൻ ചെയ്ത് വെച്ച് പറഞ്ഞ പ്ലാറ്റ്ഫോം, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് തെളിയിക്കാൻ. നിന്നെയും ജാസി ആഷിക്കും നിന്റെ കൂടെ വാലാട്ടിയായിട്ട് നടക്കുന്ന അവനെ ഉണ്ടല്ലോ, അവനെയും കൂടെ അവനാണ് പറഞ്ഞ എവിടുന്നോ വന്ന ഒരു ചേച്ചിയെന്ന്. അവനെ പോലെ അഡ്രസ്സ് ഇല്ലാണ്ട് ഈ നിന്നെ പോലൊരു കുണ്ടന്റെ കൂടെ നടക്കുന്ന ജാസി എന്ന് പറഞ്ഞ കുണ്ടന്റെ കൂടെ നടക്കുന്ന ആഷിക്കും അങ്ങനത്തെ ഒരു അഡ്രസ്സിലല്ല ഞാൻ ജീവിക്കുന്നത്. മനസ്സിലാക്കണം. നീ രണ്ടെണ്ണത്തിന് ഈ കുണ്ടന്മാരെന്ന് തന്നെ എനിക്ക് വിളിക്കാൻ പറ്റൂ. നിന്നെ പോലുള്ള രണ്ട് കുണ്ടന്മാരുടെ അഡ്രസ്സ് അല്ല എനിക്കുള്ളത്. എവിടുന്നോ വന്ന ഒരു ചേച്ചിയൊന്നും അല്ല ഞാൻ. അത് നീ മനസ്സിലാക്ക്. പിന്നെ ഈ ജാസി എന്ന് പറയുന്നവന് അറ്റ്ലീസ്റ്റ് ഒരു 35 വയസ്സ് പ്രായമുണ്ട് അല്ലേ? ആവറേജ് എനിക്കും അത്ര പ്രായങ്ങളൊക്കെ ഉള്ളൂ. നീയൊക്കെ എന്നെ ആന്റി അമ്മാവി എന്നൊക്കെ വിളിക്കാന്. ഇനിയിപ്പോൾ അങ്ങനെ വിളിച്ചതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ ഒരു പിങ്ക് മീഡിയയിൽ വന്നിട്ട് പറയുന്നു നിന്റെ വളകാപ്പിന് വിളിക്കും, റിയലി എൻ്റെ വളകാപ്പിന് എല്ലാവരെയും വിളിക്കും, ആന്റിയും കൂടെ കേൾക്കാണ്ടിട്ടാ പറയുന്നത്. അത് നീ ആരെയാണ് മെൻഷൻ ചെയ്തതെന്ന് എനിക്കറിയാം. നീ എന്നെ ആന്റി എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ട് നീ അവിടെ മെൻഷൻ ചെയ്തത് എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എടാ, ഞാൻ വരും, നിന്റെ വളകാപ്പിന് ഞാൻ വരും. നിനക്ക് അങ്ങനെ ഒരു പ്രസവം ഉണ്ടെങ്കിൽ, നീ അങ്ങനെ ഒരു ഗർഭിണിയാണെങ്കിൽ, നിനക്ക് വളകാപ്പുണ്ടെങ്കിൽ ഞാൻ വരും. അന്തസ്സായിട്ടൊരു നിന്റെ അണ്ടി മുറിക്കാനുള്ള കത്തിയുമായിട്ടേ ഞാൻ വരുത്തുള്ളൂ നിന്റെ വളകാപ്പിന്. കാരണം നീ പുരുഷലിംഗം വെച്ചിട്ട് നിനക്ക് എങ്ങനെയാണ് വളകാപ്പ് നടത്തുക? അപ്പൊ അത് മാറ്റിയിട്ട് നീ സ്ത്രീ ആയിട്ട് മാറണമെങ്കിൽ നിന്റെ അണ്ടി മുറിക്കണം. മനസ്സിലായ? ആ അണ്ടി മുറിക്കാനുള്ള കത്തിയുമായിട്ട് നിന്റെ വളകാപ്പിന് ഞാൻ വരുന്നതായിരിക്കും. മനസ്സിലായോ? നീ പറഞ്ഞല്ലോ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞാൻ പറയാണ് ജാസി. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിന് വെരി സോറി. ഇതല്ലാതെ എനിക്ക് ഇവനെ പറയാൻ ഒന്നുമില്ല. ഈ കുണ്ടന്മാരെ പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല. അതുകൊണ്ടാണ്. എടാ കുണ്ടന്മാരെ, നിന്റെ അഡ്രസ്, നിന്നെ പോലുള്ള കുണ്ടൻ അഡ്രസ്സിലല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് അച്ഛനുണ്ട്, എൻ്റെ അച്ഛൻ ഇപ്പം മരിച്ചു, അമ്മയുണ്ട്, എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്, ഞാൻ നല്ലൊരു ഇതിൽ വളർന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ആ സ്ത്രീ എന്നുള്ള അഡ്രസ്സിൽ തന്നെ എൻ്റെ ജെൻഡറിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നിന്നെ പോലുള്ള ഒരു ജെൻഡർ കട്ടെടുത്ത് കടം വാങ്ങി വേഷം കെട്ടലും കാണിച്ച് ആൾമാറാട്ടവും കാണിച്ചിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. കേട്ടാ? ഈ രണ്ട് കുണ്ടന്മാരും കൂടി കേൾക്കാണ്ടിട്ടാണ് പറയുന്നത്. ജാസി എന്ന കുണ്ടനും ആഷിഖ് എന്ന കുണ്ടനും കൂടെ കേൾക്കാണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് അന്തസ്സായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാനൊരു ആക്ടേഴ്സാണ്. ഗൂഗിളിൽ കയറി നോക്കിയാൽ, വാസ്തവി അയ്യർ നടിച്ചു നോക്കിയാൽ ഞാൻ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, എന്തൊക്കെയാണ് ഞാൻ ഏതൊക്കെയാണെന്ന് തെളിയിക്കാൻ ഒരു അഡ്രസ്സ് ഗൂഗിൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീയൊക്കെ ആരാടാ?
നിന്നെക്കുറിച്ചൊക്കെ എന്താണ്, നീയൊക്കെ മോഡലാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. നീ എവിടെ ഏതൊരു കമ്പനിയുടെ മോഡലാണ് നീയൊക്കെ ആയിട്ടുള്ളത്? നീ ഏതെങ്കിലും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ? നീ രണ്ടെണ്ണം കാണിക്കുന്ന വൃത്തികേടുകൾ എടുത്ത് പുറത്ത് കാണിച്ചിട്ടല്ലേ നീയൊക്കെ നിൽക്കുന്നത്, നിന്റെയൊക്കെ റീൽസുകൾ. പിന്നെ ഇപ്പം നീ സ്ത്രീകളെ, ഗർഭിണികളായ സ്ത്രീകളെ, അവരുടെ ഗർഭാവസ്ഥയെ നീയൊക്കെ കളിയാക്കിയിട്ട് നീയൊക്കെ വീഡിയോ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു ഓട്ടോ പോകുന്നത് പോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് ക്യാച്ച് ചെയ്യും. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടല്ലേ നീയൊക്കെ നിൽക്കുന്നത്. അല്ലാതെ നിനക്കൊക്കെ സമൂഹത്തിൽ എന്താണ് പറയാനുള്ളത്? അഡ്രസ്സ് അതെനിക്കൊന്ന് അറിഞ്ഞേ പറ്റൂ. നിന്റെയൊക്കെ അഡ്രസ്സ് ആദ്യമൊക്കെ നീ തെളിയിക്കുക. എന്നിട്ട് നീ മറ്റുള്ള സ്ത്രീകളുടെ അഡ്രസ്സിനെയും എവിടുന്ന് വന്നവരെന്നൊക്കെ നീ പറയാൻ നിൽക്കുക. നിനക്കൊക്കെ സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഉണ്ടാക്കാൻ നോക്ക് ഫസ്റ്റ്. സൗണ്ട് ഉണ്ട്, അതൊന്ന് പോട്ടെ. ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നറിയില്ല.